നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് മെയ് മാസം 3-ാം തീയതിയാണ് നീറ്റ് എക്സാം നടക്കുന്നത്. മെയ് മാസം 7-ാം തീയതി, അതായത് നീറ്റ് എക്സാം നടന്ന 4-ാമത്തെ ദിവസം ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ, അതായത് ചോർച്ച നടന്നിട്ടുണ്ട് എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA എന്ന് പറയുന്ന സർക്കാർ ഏജൻസി കണ്ടെത്തുകയും അതിന്റെ ഭാഗമായി NTA മെയ് 8-ാം തീയതി, അതായത് 5-ാമത്തെ ദിവസം തന്നെ ആ വിവരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിനും വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ക്രിമിനൽ അന്വേഷണം ആരംഭിക്കുകയാണ്. അതായത് ഈ വിഷയം കണ്ടെത്തിയത് സർക്കാർ സംവിധാനമാണ്. ആ സംവിധാനം കണ്ടെത്തിയ ഉടനെ തന്നെ അത് വിത്തിൻ നോ ടൈം അത് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഏജൻസികൾക്ക് ഏൽപ്പിക്കും. അതിനോടൊപ്പം തന്നെ മെയ് 12-ാം തീയതി പരീക്ഷ ഔദ്യോഗികമായി റദ്ദാക്കിയതായും ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി CBIക്ക് കത്ത് കൈമാറിയതായിട്ടും NTA അറിയിക്കുന്നു. മെയ് 15, അതായത് എക്സാം നടന്ന് 12-ാമത്തെ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടക്കുന്നു. കുട്ടികൾക്കുണ്ടായിട്ടുള്ള വലിയ വിഷമത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം അത് താൻ ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു പറയുന്നു. അതിനോടൊപ്പം അദ്ദേഹം പറയുന്നു, ഇനി രാജ്യത്ത് ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയും കുട്ടികൾക്ക് ഇത്തരത്തിൽ പേപ്പർ ലീക്ക് കാരണം അവർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന രീതിയിൽ രാജ്യത്താകമാനം നീറ്റ് ടെസ്റ്റുകൾ ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളായി അടുത്ത വർഷം മുതൽ ആരംഭിക്കും എന്ന് അദ്ദേഹം രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉറപ്പ് നൽകുന്നു. അത് കഴിഞ്ഞ് ജൂൺ 21-ന് 2-ാമത്തെ നീറ്റ് എക്സാം നടക്കുന്നു. ഇതൊന്നും ഒരു പ്രതിപക്ഷ സംഘടന ആവശ്യപ്പെട്ടിട്ട് ചെയ്തതല്ല. അന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അന്ന് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് ആരും പറയുന്നതിന് ഒരു പ്രതിപക്ഷ പാർട്ടിയോ CJP എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടായിട്ടുള്ള പാർട്ടിയോ പറയുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏത് നിലയ്ക്കാണോ പ്രവർത്തിക്കേണ്ടത്, അവർ ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹത്തെ എത്രത്തോളം പ്രാധാന്യത്തോടെയാണോ കാണുന്നത്, ആ പ്രാധാന്യം അവിടുത്തെ സാധാരണപ്പെട്ട വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി. നിങ്ങൾ നോക്കേണ്ടത് CBI അന്വേഷിച്ചു, 12 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ പലരെയും നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാരായി ഉൾപ്പെടെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവരെയും അറസ്റ്റ് ചെയ്യാനുള്ള തന്റെ കാണിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതിന് കീഴിലുള്ള ഈ പറയുന്ന രാജ്യത്തെ ഭരണ സംവിധാനവും. ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെ ഓരോ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് പോകുള്ളൂ. റീടെസ്റ്റ് നടന്നപ്പോൾ എയർഫോഴ്സിന്റെ ചോപ്പറിലാണ് റീടെസ്റ്റിനുള്ള ഈ എക്സാം പേപ്പറുകൾ കൊണ്ടുപോയത്. അതിനുശേഷം ആ പറയുന്ന എക്സാം സെന്ററുകളൊക്കെ വളരെ നല്ല രീതിയിൽ എയർഫോഴ്സിനെ അവിടുത്തെ ആർമി ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവിടുത്തെ എല്ലാ പഴുതടച്ച സുരക്ഷകൾ എന്തുകൊണ്ട് സർക്കാർ ഒരുക്കി? കാരണം ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ നാളത്തെ രാജ്യത്തിന്റെ ഭാവിയാണ് എന്ന ഉറച്ച കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ സർക്കാരിനുമുണ്ട്, നരേന്ദ്രമോദിയുടെ സർക്കാരിനുമുണ്ട്.